നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഓ, മോനല്ല മോളാണോ? ആകാശം നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഞാൻ വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ആരാ നിനക്കൊക്കെ ലൈസൻസ് തന്നത്? മുഖത്ത് കണ്ണില്ലെന്നാ ചോദിച്ചത്. ഡ്രൈവിംഗ് ഉറക്കാത്ത പെമ്പിള്ളേർക്ക് കാറും വാങ്ങിച്ചു കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന തന്തേ തള്ളയുണ്ടല്ലോ, അവറ്റകളെ വേണം ഇടിക്കാൻ. Stop shouting, mister. It's your fault. Who gave you license? You hit my car and accusing me. Hey, English പറഞ്ഞു വരട്ടാൻ നോക്കണ്ട. I also speak English. You know who I am? Editor, owner of the daily കുറ്റം fortnightly. ഞാൻ വിചാരിച്ചാൽ നിന്നെ എഴുതി കുടുംബത്തോടെ നാട്ടിക്കുവാ. എന്താ പ്രശ്നം? വസന്ത, ഇവളെ വിടരുത്. റെക്ലെസ് ഡ്രൈവിംഗ്, ഓവർ സ്പീഡിൽ ഓടിച്ചു വന്ന് എന്റെ ദേഹത്തിടിച്ചു, ബൈക്ക് ഡാമേജ് ആക്കി. വണ്ടി എടുക്ക്. Why? Where? സ്റ്റേഷനിലേക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ തർക്കം കൂടി ട്രാഫിക് ജാം ആക്കരുത്. വണ്ടി എടുത്ത് മാറ്റ്. इसने मेरे कार को ठोका और मुझ पर ही चिल्ला रहा है. Unnecessarily barking at me, you know. നീ പറഞ്ഞ ഹിന്ദി എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ബാർക്കിംഗ് എന്ന് പറഞ്ഞ കുരക്കലല്ലേ? കുരക്കൻ ഞാൻ എന്താ പട്ടിയാണ്? ಹೌದು, ನಿನ್ನ ನೋಡೋದಕ್ಕೆ ಕೋತಿ ತರಾನೇ ಇದೆ. എന്താ സർ, ഇവര് കാർ ഒരു ബൈക്കിലിടിച്ചു. ആരുടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെന്തിനാ ഇവരെ പിടിച്ചെടുത്തിരിക്കുന്നത്? വിട്ടൂടെ? സർ, സാർ, ഒരു സംശയം. സാർ അവളെ രക്ഷപ്പെടുത്തിയിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ. തനിക്ക് ഇവളെ അറിയാം? ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. സർ, ഡൽഹിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. ഐബീൻ റോയും എല്ലാം കൂടെ ചേർന്ന ഒരു ആന്റി ടെററിസ്റ്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇല്ല. അതിൽ നമ്മളെ സഹായിക്കാൻ വേറൊരാളാണ്. നമുക്കാരുടെ ഒരു പുല്ല് സഹായം വേണ്ട. ഡൽഹിയിൽ നിന്ന് അയച്ചാലേ ഒരു കസേര കൊടുത്തേക്ക്. കൂടുതലൊന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. ആളും തരവ് അറിഞ്ഞു മതി കേസിന്റെ ബ്രീഫിംഗ് പോലും. മനസ്സിലായോ? സർ, Sorry, Varsha. Right now I'm in Kerala. I'll call you later. Okay? Bye. Oh, you. We met. with the traffic police. And you're here. Sorry, Ghetto. ഒരു താങ്ക്സ് പറയാൻ വിട്ടുപോയി. It's all right. ഇരിക്കൂ. ആ. I am Burma. സതീഷ് വർമ്മ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സാമൂതിരി രാജവംശം, കിഴക്കേ കോവിലകം. എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. I am from IB, ഇന്റലിജൻസ് ബ്യൂറോ. അപ്പോ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. എനിക്ക് ഒരു കാര്യം മാത്രം തെറ്റി. നിങ്ങളുടെ സീനിയർ ഓഫീസർ മിസ്റ്റർ ബൽറാം, അദ്ദേഹം ഭയങ്കര റൂഡ് ആൻഡ് ഷിവനിസ്റ്റിക് ആണെന്നാണ് ഞാൻ ഡൽഹിയിൽ കേട്ടത്. ബട്ട് ഈസ് വെരി ജെന്റിൽ, ഡീസന്റ് ആൻഡ് എ സ്മാർട്ട് പേഴ്സൺ. ഐ എം ജ്യോതി. അപ്പോ നമ്മുടെ ഡെസിഗ്നേഷൻ എങ്ങനെ? നോ റാങ്ക് ആൻഡ് ഫൈൽ ഹിയർ. യു ആർ സതീഷ് ആൻഡ് ഐ എം ജ്യോതി. ഓരേ മതി. ഓക്കെ. ഹലോ സാർ, കുട്ടനാണ്, കള്ളൻ കുട്ടൻ. ഞാൻ ശ്രീനി, കുറ്റം പത്രത്തിന്റെ സാഹിബ് പറഞ്ഞില്ലേ? വാപ്പയോ? നിങ്ങൾക്ക് എന്താ വേണ്ട? കുറ്റം പത്രത്തിൽ സലീമിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ അവൻ എളുപ്പത്തിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതിന് നിങ്ങൾ രണ്ടുപേരോടും ചില ചോദ്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇവിടെ ആരോടും ഒന്നും ചോദിക്കണ്ട, ഞങ്ങൾക്കൊന്നും പറയാനുമില്ല. നിങ്ങളുടെ കെട്ടിയവൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സാധാരണ ഇത്ര അഭിമുഖങ്ങൾക്ക് ഞാൻ എൻ്റെ അസിസ്റ്റൻസിനെയൊക്കെയാണ് പതിവ്. പക്ഷെ സലീമുമായിട്ടുള്ള എൻ്റെ അടുപ്പവും ബന്ധവും ഓർത്താ ഞാൻ തന്നെ വന്നത്. അത് സാഹിബ് നിർബന്ധിച്ചതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ. എന്ത് സഹായം? കാണാതായ നിങ്ങളുടെ മകനെ കണ്ടുപിടിക്കണ്ടേ, അതിനാ ഞാൻ വന്നത്. ഇക്കാലം വരെ പോലീസ് അന്വേഷിച്ചിട്ട് കിട്ടാത്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുക? പോലീസുകാരുടെ അന്വേഷണത്തിന്റെ രീതി അറിഞ്ഞൂടെ? വല്ലവരെയും പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് ഉരുട്ടും കൊല്ലും, എന്നിട്ട് പോലീസുകാർ എന്നെ ജയിലിൽ പോകും. എന്റെ രീതി അതല്ല. ഒരു അഗ്രസീവ് ജേർണലിസ്റ്റിന്റെ കഴിവ് നിങ്ങൾക്കറിയില്ല. 1.5 കോടി സർക്കുലേഷനുള്ള ഒരു പത്രമാണ് എന്റെ കുറ്റം. മാതൃഭൂമി മനോരമയൊന്നും അത് സമ്മതിച്ചു തരില്ല. അസൂയ. ഗൾഫ് രാജ്യങ്ങളിലാണ് എന്റെ കുറ്റത്തിന് കൂടുതൽ വായനക്കാരുള്ളത്. സലീമിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഒരു സ്റ്റോറി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മകനെ കാണാൻ കണ്ണീരൊഴുക്കി കാത്തിരിക്കുന്ന ഒരമ്മ, അല്ലെങ്കിൽ ഒരു ഉമ്മ, ഭർത്താവിനെ പിരിഞ്ഞതിൽ വിരഹദുഃഖം അനുഭവിക്കുന്ന ഭാര്യ. ഇത് വായിച്ചാൽ അവൻ എവിടെയുണ്ടെങ്കിലും കരൾ പറിച്ചുകൊണ്ട് ഓടിവരും. ഉമ്മയ്ക്ക് ചെറുപ്പം മുതലേ സലീമിനെ അറിയാമല്ലോ. കുട്ടിക്കാലത്തെ അവന്റെ കുസൃതികൾ, ഉമ്മയിൽ നിന്ന് അവൻ വാങ്ങിക്കഴിക്കാൻ ആഗ്രഹിച്ച പലഹാരത്തിന്റെ പേരുകൾ പറയും. ചട്ടിപ്പത്തിരി, ഉന്നക്കായ, കോഴിയട, മുട്ട മറിച്ചത്, ഇതിലേതായിരുന്നു അവന് കൂടുതൽ ഇഷ്ടം? ദാമ്പത്യ ബന്ധത്തിൽ എന്നും ഓർക്കാവുന്ന ചില മുഹൂർത്തങ്ങൾ നിങ്ങൾക്കിടയിൽ കാണുമല്ലോ, അത് നിങ്ങൾ പറയണം. സലീം അത്യാവശ്യം പാടുമായിരുന്നു, ഗസലിന്റെ ഒരു ആരാധകനായിരുന്നു. എന്നാലും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കാണാതിരിക്കില്ലല്ലോ, അത് നിങ്ങൾ പറയണം. പിന്നെ അവന് വളരെ ഇഷ്ടപ്പെട്ട കഥകൾ, ഗ്രന്ഥങ്ങൾ എല്ലാം. പക്ഷെ അതിനു മുമ്പ് മനോജെ, ഇവരുടെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കൂ. വേണ്ട, ഫോട്ടോ ഒന്നും എടുക്കണ്ട.
മൂപ്പര് പറഞ്ഞു വിട്ട ആളായതുകൊണ്ടാ ഇത്രയും നേരം കേട്ട് നിന്നത്. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഈ പുരയിൽ വന്നിട്ട് ഫോട്ടോ പിടിക്കാനും കൂട്ടം പറയാനും നിൽക്കാതെ ഇവിടുന്ന് ഇറങ്ങി പോണം. സലീമിനെ കാണാതായതിൽ എനിക്കുണ്ട് വിഷമം. അവനെ കണ്ടുകിട്ടാന്നുള്ളത് നിങ്ങളെക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ്. ഫോട്ടോ എടുക്കുന്നതിൽ എന്താ തെറ്റ്? ആരുടെ ഫോട്ടോ എടുക്കുന്നത്? വാപ്പ പറഞ്ഞിട്ടാണോ ഇയാളിങ് വന്നത്? ഞാനോ? അതേ ഈ പച്ച വീട് പുരാവസ്തു കുറ്റം പത്രത്തിൽ എഴുതാൻ. നിർത്ത്. അല്ലാണ്ട് തന്നെ മനുഷ്യരുടെ ബേജാറായിട്ട് നിൽക്കുക. അപ്പോഴെ അയാളുടെ കുറ്റവും പത്രം ഇറങ്ങി പോടെ വിടുന്നു. അപ്പൊ മുതലാളി ഇല്ലാത്തപ്പോ വരാം. പോവാ ബൈക്കിൽ ആവശ്യത്തിന് പെട്രോൾ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇതെല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് ആണല്ലോ. ഇത് പഴയ നെഗറ്റീവ് നിന്ന് എടുത്തതാ. പഴയ നെഗറ്റീവോ? അവിടെ തറപറ്റിക്കാനുള്ള ലേഖനമാണ് അടിക്കുന്നത്. ഫോട്ടോ നന്നായിരിക്കണം, നല്ല നോക്കി എടുത്തോണ്ട് വാ. ബൽറാം, എന്താ ഇവിടെ കുറെ നാളായല്ലോ കണ്ടിട്ട്? ഒന്നും ഞാൻ മറന്നിട്ടില്ല. 2 തവണ എന്നെ ലോക്കപ്പിൽ കയറ്റി ഇടിച്ച ആളാണ്. അന്ന് പത്രം പ്രതാപമായിരുന്നു. പ്രതാപം ഞാൻ നിർത്തേണ്ടി വന്നു. അതായത് സുപ്രസിദ്ധ നടി സുപ്രിയയുടെ കുപ്രസിദ്ധ പ്രണയ ചേഷ്ടകൾ, ഗൾഫിലെ അധോലോക നായകനുമായുള്ള രഹസ്യ ബന്ധങ്ങൾ, ചരിത്രലേഖനം അടുത്ത ലക്കത്തിൽ വായിക്കുക എന്നൊരു പരസ്യം ഞാൻ വാരികെ കൊടുത്തു. അതിറങ്ങിയതിന്റെ 2ാം ദിവസം 2 പേർ വന്നു. 2 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ചോദ്യം നമ്പർ 1, പത്രാധിപരല്ലേ? അതേ എന്ന് ഞാൻ. ചോദ്യം നമ്പർ 2, അങ്ങല്ലേ ഇതെല്ലാം എഴുതിയത്? അതേ എന്ന് ഉത്തരം പറഞ്ഞു തീരുന്നതിന് മുമ്പ് പിന്നെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ബോധം തെളിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ മുന്നിലുള്ള ഗട്ടറിൽ ഞാൻ കിടക്കുകയാണ്. പിന്നീടാണ് അറിഞ്ഞത് സിനിമാ നടിയുടെ കാമുകൻ ഗൾഫിലെ താരാദാസ് അയച്ച ഗുണ്ടകളായിരുന്നു അതെന്ന്. അതോടെ പ്രതാപം നിർത്തി. കുറ്റം തുടങ്ങി. കുറ്റം മഞ്ഞയല്ല, വെള്ള, പ്യൂർ വൈറ്റ്. മുമ്പ് ഞാൻ വണങ്ങി നിന്ന പലരും ഇന്ന് എന്റെ മുമ്പിൽ തലകുനിച്ച് ഓച്ചാനിച്ച് നിൽക്കുകയാണ്. ഇനി പറയും, നിങ്ങൾക്ക് എന്റെ എന്ത് സഹായമാണ് വേണ്ടത്? അതൊക്കെ പറയാം. താൻ എന്തിന്? സാർ, ഉരുട്ടുന്നുണ്ടെങ്കിൽ എന്റെ മർമ്മസ്ഥാനം ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് 2 പേർ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. സലീമുമായിട്ട് തനിക്ക് എന്താ ബന്ധം? എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ അയാൾ അറിയ പോലുമില്ല. എന്താടാ ഇത്? താരങ്ങൾക്കിടയിൽ താരമായി കുറ്റം പത്രാധിപർ. ആരുടെയും മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയുന്ന കുറ്റം പത്രത്തിന്റെ പത്രാധിപർ ശ്രീനി. ഈ ഫോട്ടോയിൽ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സലീമല്ലേ? സാർ, നടിയെ കുറിച്ച് എഴുതിയതിന് എന്നെ തല്ലിയില്ലേ? ആ കേസ് കോംപ്രമൈസ് ആക്കി തന്നത് സലീമാണ്. സുപ്രിയയോട് ഞാൻ മാപ്പ് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു കമ്പനിയായി. സുപ്രിയ ഗൾഫിൽ നടത്തിയ ഒരു താരനിശയ്ക്ക് എന്നെയും കൊണ്ടുപോയി. അവിടെ വെച്ച് താരാദാസിന്റെ വക ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. അതോടെ സലീമുമായി ഞാൻ കൂടുതൽ അടുത്തു എന്നുള്ളത് നേരാണ്. താരാദാസിന്റെ ഏജന്റായി സലീമിനോടൊപ്പം താനും പ്രവർത്തിച്ചു എന്നുള്ളത് നേരല്ലേ? സാറന്മാരെ ഇനിയും ഇടിക്കുകയാണെങ്കിൽ ഞാൻ അതും സമ്മതിച്ചു തരാം. സത്യത്തിൽ സലീമിന്റെ പോക്ക് കണ്ടപ്പോ ഞാനവനെ വിട്ടു. എന്തായിരുന്നു സലീമിന്റെ പോക്കിന് കുഴപ്പം? കുഴപ്പം താരാദാസുമായിട്ടുള്ള അവന്റെ ബന്ധം തന്നെ. താരാദാസ് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. താരാദാസും സലീമും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് തനിക്കെങ്ങനെ അറിയാം? ഇല്ലെങ്കിൽ അവൻ എന്തിന് താരാദാസിന്റെ കാമുകിയായ നടി സുപ്രിയയുടെ വീട്ടിൽ എപ്പോഴെപ്പോഴും പോകണം? താരാദാസിനെ കുറിച്ചും സലീമിനെ കുറിച്ചും ഒക്കെ അറിയണമെങ്കിൽ സിനിമാ നടി സുപ്രിയയോട് ചോദിക്കുന്നതാണ് നല്ലത്.